സ്വകാര്യ വ്യക്തിയുടെ 7 ആടുകളെ വാണിയംകുളത്ത് തെരുവുനായ കടിച്ചുകൊന്നു. വാണിയംകുളം കോതയൂർ ചൂരക്കോട്ടിൽ അയ്യപ്പന്റെ വീട്ടിലെ ആടുകളെയാണ് കടിച്ചുകൊന്നത്. ഗർഭിണികളായ 3 വലിയ ആടുകളെയും 3 ചെറിയ ആടുകളെയുമാണ് കൂട്ടിൽ കടിച്ചു കൊന്ന നിലയിൽ കണ്ടത്. ഒരു ആട്ടിൻകുട്ടിയെ തെരുവുനായ കടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 18 ആടുകൾ ഉണ്ടായിരുന്ന കൂട്ടിൽ 5 ആടുകൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. വെറ്റിനറി ഡോക്ടർ എത്തി പരിക്കേറ്റ ആടുകൾക്ക് ചികിത്സ നൽകി. മാസങ്ങൾക്ക് മുൻപ് അയ്യപ്പന്റെ തന്നെ 6 ആടുകളെ തെരുവുനായ കടിച്ചുകൊന്നിരുന്നു. കൂടാതെ 15 ദിവസം മുൻപ് ഇയാളുടെ തന്നെ പശു ഫാമിലെ 2 പശുക്കളെയും തെരുവുനായ കടിച്ചുകൊന്നു. ക്ഷീരകർഷകനായ അയ്യപ്പന്റെ പ്രധാന വരുമാന മാർഗമാണിത്. ഏകദേശം 1 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നതായി അയ്യപ്പൻ പറഞ്ഞു. 4 മണിക്ക് കരയിൽ കേട്ടു. അപ്പൊ നോക്കിയപ്പോ കൂടൊക്കെ പൊളിച്ചിടണം. അപ്പോൾ ആടുകളൊക്കെ നോക്കിയപ്പോൾ ആടുകൾ ചത്ത് കിടക്കണം. കുട്ടികളൊന്നും കാണാനില്ല. 6 ചത്തറിനും 3 സീരിയസ് ആയിട്ട് കടിച്ചിടണം. ഇതിന്റെ മുമ്പ് രണ്ട് പ്രാവശ്യം 6 കൊന്നു. പിന്നെ അവിടെ നമ്മുടെ ഫാമിൽ തൊഴുത്തുണ്ട്. തൊഴുത്തിൽ പശുക്കുട്ടികളൊക്കെ കടിച്ചു കൊന്നിട്ട് ഒരാഴ്ച മുമ്പ് 2 പശുക്കുട്ടികളെ കടിച്ചു കൊന്നു. അതിൽ 1 മാസമായിട്ടുണ്ടല്ലോ, 20 ദിവസം അതിനും കടിച്ചു കൊന്നു. ഇതിൻ്റെ മുമ്പ് മറ്റേ 6 വലിയ ആടിനും കടിച്ചു കൊന്നു. അപ്പം ഇന്നലെ ഇതിൽ 6 ചത്തു, 3 നല്ല പരിക്ക്. ഒരാട്ടുകുട്ടി കൊണ്ടുപോവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെട്ടിത്തൊടിയിൽ വിജേഷിന്റെ 2 പശുക്കളെയും എടക്കോട് സ്വദേശി പ്രഭയുടെ 2 പശുക്കളെയും തെരുവുനായ കടിച്ചു കൊന്നിരുന്നു. പ്രദേശത്തെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ജയശ്രീ പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് നിരന്തരം ഒരു ശല്യമായി തീരുകയാണ് ഈ നായ്ക്കളുടെ പ്രശ്നം. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇതിപ്പോ മനുഷ്യരെയും കൂടിയും ബാധിക്കുന്ന അവസ്ഥയിലാണ് തുടർന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവുന്നത്. അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ മൃഗസംരക്ഷണം എന്നുള്ളത്. അതുകൊണ്ട് അവർക്കൊരു നിത്യ വരുമാന മാർഗമാണ് ഇവിടെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഈ ചാനൽ വാണിയംകുളം. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.